ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തയിലേക്കാണ്. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ഡൽഹിയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്താണ് പ്രതിഷേധത്തിൽ MLA-മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. MLA-മാർ ബാരിക്കേഡ് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നു. വിനീത വിജി ഡൽഹിയിൽ ചെയ്തു. വിനീത, കോടതി വ്യവഹാരത്തിലേക്ക് പോയ സംഭവമാണ്. ഇപ്പോൾ തന്നെ 3 സ്ഥാനാർത്ഥികൾ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചെന്ന പ്രഖ്യാപനം ഉണ്ടായി. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു. പ്രതിഷേധം അനുനയത്തിലേക്ക് എത്തുന്നുണ്ടോ? മധ്യപ്രദേശിലെ MLA-മാർ അടക്കമാണോ പ്രതിഷേധിക്കുന്നത്? ദേശീയ നേതാക്കൾ ആരൊക്കെയുണ്ട് അവിടെ? നാമനിർദ്ദേശ പത്രികയിൽ തനിക്കെതിരെയുള്ള പോലീസ് കേസുകൾ രേഖപ്പെടുത്തിയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അറിയിച്ച സീറ്റിലേക്ക് മത്സരിച്ച മീനാക്ഷി നടരാജന്റെ സ്ഥാനാർത്ഥി ആപ്ലിക്കേഷൻ നോമിനേഷൻ നേരത്തെ തള്ളിയത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നേരിൽ കാണാൻ കോൺഗ്രസ് നേതാക്കൾ അന്ന് ശ്രമിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനന്ന് സമ്മതം കൊടുത്തില്ല. അതിന് പിന്നാലെ തന്നെ 3 BJP സ്ഥാനാർത്ഥികൾ രാജ്യസഭയിലേക്ക് വിജയിച്ചെന്ന പ്രഖ്യാപനവും മധ്യപ്രദേശ് നിയമസഭയിൽ നിന്നുണ്ടായി. ഇതിനൊക്കെ പിന്നാലെയാണ് വലിയ പ്രതിഷേധം. അതായത് കോൺഗ്രസ് അർഹിക്കപ്പെട്ട സീറ്റ് നിസ്സാര കാരണങ്ങളാൽ പോലീസ് കേസുകളടക്കം അങ്ങനെ ഒരു കേസില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ അത്തരത്തിലുള്ള കേസുകൾ ഉൾപ്പെടുത്തിയില്ലെന്ന് കാണിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. ഇതിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു. നേരത്തെ വോട്ട് ചോരിയാണ്, ഇപ്പോൾ സീറ്റ് ചോരിയാണ് നടക്കുന്ന അടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നതിനിടെ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമാണ് ഡൽഹി ആസ്ഥാനമായി കാണുന്നത്. മധ്യപ്രദേശിലെ MLA-മാർ അടക്കം അണിനിരുന്നുള്ള വലിയ പ്രതിഷേധം. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന MLA-മാർ അടക്കം നമുക്ക് കാണാം. ഇപ്പോൾ വനിതാ പ്രാതിനിധ്യം ഉയർത്തണമെന്ന ആവശ്യവും അത്തരത്തിൽ ബില്ലുകളൊക്കെ മുന്നോട്ട് വെക്കുന്നുവെന്ന് BJP പറയുമ്പോഴും ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിസ്സാര കാരണം അതിൽ ആരോപണങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്, അങ്ങനെ കേസ് തന്നെ ഇല്ലെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക തള്ളി കോൺഗ്രസിന്റെ ഒരു രാജ്യസഭാ സീറ്റ് തന്നെ ഇല്ലാതാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഡൽഹിയിൽ തുടരുന്നത്. ഇപ്പോൾ വിനീത വിജി സംഭവ സ്ഥലത്ത് നിന്ന് ചെയ്യുന്നു. വിനീത, ദേശീയ നേതാക്കൾ ആരൊക്കെയുണ്ട് അവിടെ? സുഹേൽ, ഇപ്പോൾ നിലവിലുള്ളത് കോൺഗ്രസിന്റെ MLA-മാരാണ് നിലവിലുള്ളത്. മധ്യപ്രദേശിൽ നിന്നുള്ള MLA-മാരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറിയുള്ള പ്രതിഷേധം. ആ പ്രതിഷേധത്തിനിടയിൽ അവർ ബാരിക്കേഡിന് മുകളിൽ കയറിയ MLA-മാർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നിൽക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മധ്യപ്രദേശിൽ നിന്നടക്കം രാവിലെയോടുകൂടി എത്തിയ MLA-മാരാണ് ഇവിടെ ഉള്ളത്. ഈ BJP സീറ്റ് ചോരി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. സുഹൈൽ, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബാരിക്കേഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന്, താഴെ ഇറങ്ങണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയാണ്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. ആദ്യം അദ്ദേഹത്തെ വിടണമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിട്ടാൽ താൻ താഴെ ഇറങ്ങാമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച ബാരിക്കേഡിൽ നിന്ന് താഴേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വനിതാ MLA-മാരടക്കം മധ്യപ്രദേശിൽ നിന്ന് ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 62ഓളം MLA-മാർ ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധമടക്കം ഈ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്നും കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ MLA-മാരും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വോട്ട് ചോരിക്ക് ശേഷം BJP ഇപ്പോൾ നടത്തുന്നത് സീറ്റ് ചോരിയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അതിനെ അനുകൂലിക്കുന്നുവെന്നും അതിന് സമ്മതം നൽകുന്നുവെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് MLA-മാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയ പ്രവർത്തകരും MLA-മാരുമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുമ്പോൾ തന്നെ അവരിപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ്. താഴേക്ക് ഇറങ്ങണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. പിന്നാലെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് കണ്ടത്. ഇപ്പോൾ അദ്ദേഹം ബാരിക്കേഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് നീക്കുന്ന ദൃശ്യങ്ങളാണ്. ഏതാണ്ട് 62 MLA-മാരാണ് ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമടക്കം സംഘടിപ്പിക്കുമെന്ന് हम जीत नहीं पाएंगे तो उनका पर्चा गलत तरीके से रद्द कर दिया। तो ये भाजपा पूरी तरह से महिला विरोधी लोकतंत्र का हत्या करने वाली है। देखो, सुप्रीम कोर्ट से
हमें उम्मीद है, हम जा रहे हैं वहाँ पे। निश्चित रूप से अगर इस देश में न्यायपालिका भी जिंदा है तो हमारे पक्ष में आएगा फैसला। സുപ്രീം കോടതിയിലാണ് അവർക്ക് व्यवहार, कहाँ पर न्याय मांगे हम, कहाँ पे न्याय मांगे? कोर्ट में न्याय नहीं मिल रहा है, निर्वाचन आयोग में न्याय नहीं मिल रहा है। आखिर कैसी तानाशाही है ये? 62 विधायक एक साथ राष्ट्रपति से मांग रहे हैं कि हमें वोट का अधिकार दो, हमारे को जेल भेज रहे हैं। ये तरीका ठीक है? MLA-മാരടക്കം കസ്റ്റഡിയിലെടുത്ത ഇപ്പോൾ പോലീസ് അവരെ ഇവിടെ നിന്ന് മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 62ഓളം MLA-മാർ ഇന്ന് രാവിലെയോടുകൂടി തന്നെ മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതിന് പിന്നാലെ തന്നെ ഈ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. അത് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഇന്നലെ 3 BJP സ്ഥാനാർത്ഥികളെ പിന്നാലെ തന്നെ അവർ വിജയിച്ചതായി ഉള്ള സർട്ടിഫിക്കറ്റ് അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഈ MLA-മാരടക്കം പറയുന്നത്. അപ്പം തന്നെ BJP-ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ വോട്ട് ചോരിക്ക് ശേഷം ഇപ്പോൾ ഇതാ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സീറ്റ് ചോരിയാണ് BJP നടത്തുന്നത് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളുമായാണ് ഈ പ്രവർത്തകരും ഒപ്പം തന്നെ MLA-മാരും അടക്കം പ്രതിഷേധമായി ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.